നമുക്ക് നല്ലൊരു സോയ ചങ്ക്സിൻ്റെ മസാല ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കും. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ ഇതുപോലെയാവും കേട്ടോ. അതിങ്ങനെ കുറച്ച് പൊങ്ങി വരും. എന്നിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഞാനിങ്ങനെ പിഴിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലധികം വാങ്ങിക്കാറില്ല. കാരണം ദിവസവും മീനോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിന് വലിയ പ്രയോറിറ്റി കൊടുക്കാറില്ല. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞു, പച്ചമുളകും കൂടെ അരിയണം. അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പെരുംജീരകം മസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബാക്കി പൊടികളും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഇറച്ചി മസാലയും കൂടെ ഇട്ടിട്ട് ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. തക്കാളി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ആ സോയ ചങ്ക്സും കൂടെ ചേർത്ത് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് തിളപ്പിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എൻ്റെ സ്പെഷ്യൽ ബിരിയാണി മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് വാങ്ങി വെക്കാം കേട്ടോ.